അന്വേഷണത്തിൽ സംശയമുനയിൽ നിർത്തുന്ന മൊഴിയാണ് ജില്ലാ കളക്ടർ നൽകിയത്. ആ മൊഴിയുടെ വിശദാംശങ്ങൾ അർജുൻ കല്യാട് തന്നെ പ്രേക്ഷകരിലേക്ക് 3-4 ദിവസം മുൻപ് എത്തിക്കുകയും ചെയ്തതാണ്. നവീൻ ബാബു നിരപരാധിയാണെന്ന മന്ത്രിയുടെ വാദം തള്ളുന്ന രീതിയിലായിരുന്നു മൊഴി. ഈ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ മന്ത്രി കെ രാജൻ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആർ റോഷിപാൽ, ഗുഡ് ഈവനിംഗ്. മന്ത്രി കെ രാജൻ അന്ന് നവീൻ ബാബുവിന്റെ മരണം ഉണ്ടായ ദിവസവും അതിന്റെ തലേ ദിവസം, അതായത് യാത്രയയപ്പ് കഴിഞ്ഞതിന് ശേഷം ആ റിപ്പോർട്ടിന് പകർപ്പടക്കുവാൻ നമ്മുടെ അർജുൻ കല്യാൺ പുറത്തുവിട്ടതാണ്. 2 തവണ കളക്ടർ മന്ത്രിയും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. മരണശേഷവും രാവിലെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ സംഭവിച്ചത്, അതേക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നു എന്ന് കൈമലർത്തിയ മന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന CDR അടക്കം പുറത്തുവന്ന ഒരു സാഹചര്യം കൂടി മുന്നിലുണ്ട്. കഴിഞ്ഞ 10 മാസമായിട്ടുള്ള അകൽച്ചയുടെ യഥാർത്ഥ കാരണം ഇതാണോ? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റോഷിപാൽ? ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. ഒന്ന്, നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മന്ത്രിയും സർക്കാരുമൊക്കെ തുടക്കം മുതൽ ഒറ്റ നിലപാടായിരുന്നു. നവീൻ ബാബുവിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അത് തെറ്റാണ് എന്ന രീതിയിൽ, പ്രത്യേകിച്ച് CPI നേതൃത്വം, മന്ത്രി കെ രാജൻ, അങ്ങനെ എല്ലാവരും ആ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ ജില്ലാ കളക്ടർ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി നൽകുമ്പോൾ ആ മൊഴി നവീൻ ബാബു സംശയമുനയിലായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രവുമല്ല, മന്ത്രിയുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്ന രീതിയിലുള്ള മൊഴികളാണ്. ആ മൊഴിയുടെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വരികയും ചെയ്തത്. അതിൽ പരസ്യമായി തന്നെ അസംതൃപ്തി മന്ത്രി പ്രകടിപ്പിച്ചതാണ്. ജില്ലാ കളക്ടറെ തള്ളിക്കൊണ്ടാണ് മന്ത്രിയുടെ പ്രതികരണം ആ ഘട്ടത്തിൽ വരികയും ചെയ്തത്. ഇത് മന്ത്രിയും ജില്ലാ കളക്ടറും തമ്മിൽ അകലാൻ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട്. കാരണം നവീൻ ബാബുവിനെ സംശയമുനയിൽ നിർത്തുന്ന രീതിയിൽ, നവീൻ ബാബു ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തു എന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന രീതിയിലാണ് മൊഴി ജില്ലാ കളക്ടർ നൽകിയത് എന്ന വിലയിരുത്തലാണ്. അതുകൊണ്ട് തന്നെയാണ് ആ മൊഴി തന്നെയാണ് ഇവർ തമ്മിൽ അകൽച്ച ഉണ്ടാകാനുള്ള പ്രധാന കാരണം. ഏതായാലും തുടക്കം മുതൽ തന്നെ ഈ കാര്യത്തിൽ കെ രാജൻ ജില്ലാ കളക്ടർക്കെതിരെ നിലപാട് സ്വീകരിച്ചതാണ്, നമ്മൾ കണ്ടതാണ് പരസ്യമായി തന്നെ. മാത്രവുമല്ല, മന്ത്രിയെ ബന്ധപ്പെട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് മന്ത്രി നിഷേധിക്കുന്ന സാഹചര്യമായിരുന്നു. ഈ നവീൻ ബാബുവുമായി സംസാരിച്ചതിനു ശേഷം മന്ത്രിയെ 2 തവണ വിളിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ അവിടെ ജില്ലാ കളക്ടർ മൊഴിയായി നൽകുന്നു. അത് സംബന്ധിച്ച് ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ആ ഘട്ടത്തിലൊക്കെ അതിന് പിന്നിൽ ജില്ലാ കളക്ടറുടെ പങ്കാളിത്തം മന്ത്രി സംശയിച്ചിട്ടുണ്ടാകാം. ഇതൊക്കെ ഈ അകൽച്ചയുടെ ആക്കം കൂട്ടിയെന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും 2 പേർ തമ്മിൽ വലിയ അകൽച്ചയിലാണ്. മന്ത്രി കെ രാജന്റെ റവന്യൂ വകുപ്പിന് കീഴിൽ തന്നെ വരുന്ന ഒരു വിഭാഗം, ആ വിഭാഗത്തെ നയിക്കുന്ന ജില്ലാ കളക്ടർ, ആ ജില്ലാ കളക്ടറുമായി അകന്നു പോകുമ്പോൾ സ്വാഭാവികമായും വലിയ ഗൌരവങ്ങൾ ആശങ്കപ്പെടുത്തുന്ന ഒരു ഭരണ പ്രതിസന്ധി കൂടി ഉണ്ടാകും. കാരണം കണ്ണൂർ ജില്ലയിലെ റവന്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടാൻ മന്ത്രിക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നേരത്തെ അർജുൻ കല്യാട് പറഞ്ഞതുപോലെ മറ്റൊരു വിധത്തിൽ അത് ഒരു ഭരണ പ്രതിസന്ധിക്ക് വഴിയൊരുക്കുന്നുണ്ട് എന്നടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും തർക്കങ്ങളുടെ കാരണം മറ്റൊന്നല്ല, ആ മൊഴി തന്നെയാണെന്ന കാര്യത്തിൽ അതാണ്. ആ മൊഴിയാണെന്നുള്ളത് ഉറപ്പിക്കാവുന്ന സാഹചര്യം നമ്മുടെ മുന്നിൽ ഇങ്ങനെ പകൽ പോലെ നിൽക്കുകയാണ്. റോഷിപാൽ.